മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയായിരുന്നോ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അതായത് നാച്ചുറൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണെന്ത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? അത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് പ്രിൻസിപ്പിൾ എന്ന് ഓർക്കുന്നുണ്ടോ? എന്താ ഞാൻ പറഞ്ഞത്? ഒന്ന് പറയുന്നു, തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് പി ഓഫ് എൻ. അതിന് n ഒന്നാകുമ്പോൾ, അതായത് പി ഓഫ് 1 ട്രൂ ആണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. n ഒന്നാകുമ്പോൾ റിസൾട്ട് ശരിയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആർബിട്രറി ആയിട്ട് റിയൽ നമ്പർ ആറിന് സപ്പോസ് താരം അല്ലെ അസ്യൂം താരം പി ഓഫ് ആർ ഈസ് ട്രൂ, n 6 ആകുമ്പോൾ റിസൾട്ട് ശരിയാണ് സങ്കല്പിച്ചുകൊണ്ട് അടുത്ത നാച്ചുറൽ നമ്പർ ഏതാണ്? അടുത്ത നാച്ചുറൽ നമ്പറാണ് r+1. r+1 ശരിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പറയും എൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നു, ഏത് റിസൾട്ടാണ് തന്നിരിക്കുന്നത് അതെല്ലാം നാച്ചുറൽ നമ്പേഴ്സിനും ശരിയായിരിക്കും. മനസ്സിലായോ? നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ആണല്ലോ 6 എന്ന് പറഞ്ഞാൽ, അപ്പോൾ 6 ശരിയാണ് സങ്കല്പിച്ച് r+1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുവാണെങ്കിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ റിസൾട്ട് ശരിയായിരിക്കും എന്നാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും 5 മാർക്കൊക്കെ ആയിട്ട് 6 മാർക്ക് വരെ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യാം. ഞാൻ 2-3 പ്രോബ്ലം കൂടെ ചെയ്ത് കാണിക്കാം. അടുത്തൊരു പ്രോബ്ലം ഇതാണ്. വലിയ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ശ്രമിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് 5 മാർക്ക് കിട്ടുന്നതാണ്. ഇനി ഒന്നാമത്തെ പ്രോബ്ലം നോക്കിയേ. പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് എന്താണ് 1 + 3 + 3² + എക്സെട്ര 3n - 1 = 3n - 1/2. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലെറ്റ് പി ഓഫ് എൻ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 + 3 തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ = 1 + 3 + 3² എക്സെട്ര 3n - 1 ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്? 3n - 1 / 2. ഇത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് പി ഓഫ് 1 എന്ന് പറയുന്നതായിരിക്കും. പി ഓഫ് 1 = ആദ്യത്തെ ഒരൊറ്റ പദം മാത്രം എടുക്കുക, 1 അല്ലേ? ഇത് ഈ സെയിം ആസ് റൈസുകൾ എന്ന സ്ഥാനത്ത് ഒന്നും വിടുന്നത് 3n - 1/2. 3 - 1 എത്രയാ? 2/2. 2/2 എത്രയാ? 1. നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം എടുക്കുക, റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡ് എന്നിന് സ്ഥാനത്ത് 1 കൊടുക്കുക. രണ്ടും സെയിം ആണ്, ഐഡൻറ്റിക്കൽ ആണെന്ന് കാണിക്കുക. മനസ്സിലായോ? ഒരേ സാധനം തന്നെയാണ് കിട്ടുന്നത് കാണിക്കുക. അപ്പോൾ നമ്മൾ പി ഓഫ് 1 ട്രൂ ആയി. ഉടനെ എഴുതി വെക്കുക, therefore പി ഓഫ് 1 is true. therefore പി ഓഫ് 1 is true. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് പി ഓഫ് ആർ ഈസ് ട്രൂ, അല്ലേ? അസ്യൂം പി ഓഫ് ആർ ഈസ് ട്രൂ. എന്താണ് പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ? പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ റിസൾട്ടിനകത്ത് എന്നിന് സ്ഥാനത്ത് 6 കൊടുത്ത് എഴുതുക. അതാണ് പി ഓഫ് ആർ. 1 + 3 + 3² + എക്സെട്ര 3r - 1 = 3r - 1/2. മനസ്സിലായോ? ഇത് ആണോ? അതായത് 1 ഇതൊരു 3 വെച്ച് അല്ലേ ഗുണിച്ച് പോകണം. 1 3 3യുടെ സ്ക്വയറാണ് 9, 3³ അടുത്ത 3³ അടുത്ത 3r ഇങ്ങനെ എക്സെട്ര 3r - 1 that is equal to 3r - 1/2. ഇത് കൂട്ടിയാൽ കിട്ടുന്നത് 3r - 1/2 ആണെന്ന് എനിക്കറിയാം. നൗ വി ഹാവ്, ഇത് ശരിയാണ് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണമോ? നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് PR+1 is true. എന്താണ് PR+1 എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ എന്താണ്? നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് PR+1 is true എന്ന് പറഞ്ഞാൽ എന്താണ്? PR അതുപോലെ എഴുതുക. പി ഓഫ് ആർ 1 + 3 + 3² + എക്സെട്ര 3r - 1 വരെ അതുപോലെ എഴുതി. പ്ലസ് അടുത്ത എന്താണ്? ആറിൻ്റെ സ്ഥാനത്ത് ലാസ്റ്റ് ടൈമിൽ ആറിൻ്റെ സ്ഥാനത്ത് r+1 കൊടുക്കണം. മനസ്സിലായോ? പി ഓഫ് ആർ അതുപോലെ എഴുതുക. ലാസ്റ്റ് ടൈമിനകത്ത് ആറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? r+1 കൊടുക്കുക. എന്ത് വരും? 3r + 1 ആറല്ലേ? എന്ത് ചെയ്യണം? r+1 - 1. ഇത്രയും ഇതാണ് നമുക്ക് കിട്ടുന്ന സാധനം അല്ലേ? ഇത് എന്താണെന്ന് കാണിക്കാനായിട്ട് ദറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും കൂട്ടിയാൽ എന്താണെന്ന് എനിക്കറിയാം. 3r - 1 വരെ കൂട്ടിയാൽ എന്താണ്? 3r ദറ്റ് ഈസ് 3r - 1/2. ഇതാണ് എനിക്ക് കിട്ടിയത്. പ്ലസ് ഇവിടെ +1 -1 പോയില്ലേ, പിന്നെ എന്നാ ഉണ്ട്? 3r. ശരിയാണോ? നോക്കി അല്ലേ? ലാസ്റ്റ് ടൈമിനകത്ത് PR+1 എഴുതുന്ന ഒരു സംശയം ഉണ്ടാകരുത്. പി ഓഫ് ആറിൻ്റെ ലാസ്റ്റ് പി ഓഫ് ആർ അതുപോലെ എഴുതുക. പ്ലസ് ഇട്ട് ലാസ്റ്റ് ടൈം എന്താണെന്ന് നോക്കുക. അതിനകത്ത് റീപ്ലേസ് r/r+1, ആറിൻ്റെ സ്ഥാനത്ത് r+1 കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം +1 - 1 വെട്ടി പോയിട്ട് ഇങ്ങനെ കിട്ടി അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു അവിടെ നമുക്ക് എന്നാ പറയാൻ പറ്റും? നോക്കി എന്താ വരുന്നത്? നമുക്ക് LC എടുക്കാം. 3r
-1/2 പ്ലസ് ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ല ഇവിടെ 2/2 ആണ്, 2 × 2 2/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് 2 × 3⁻⁴ ഡിവൈഡ് ബൈ 2y. ശരിയാണ്, ശരിയല്ലേ? ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ഡിവൈഡ് ബൈ 2y. അപ്പോൾ നോക്കി നമുക്ക് നേടി. ഇപ്പോൾ ഇതിങ്ങനെ പോകുന്നത്, ഇത് എക്സാണ്, ഇത് 2x ആണ്. നോക്കി 3⁻⁴ എന്നുള്ള x ആണെന്ന് സങ്കല്പിക്കുക. പിന്നെ 2 × 3⁻⁴ അത് 2x അല്ലേ? അപ്പോൾ 2xും എക്സോടെ കൂട്ടുമ്പോൾ എന്നാ വരും? 3x അല്ലേ പിടിച്ചേക്കുന്നത്? അതായത് 3 × 3⁻⁴. മനസ്സിലായോ? ശരിയാണോ? ചിന്തിച്ച് നോക്കി. 2xും ഒരു എക്സോടെ കൂട്ടുമ്പോൾ എത്രയാണ്? 3x. 2 3⁻⁴ പ്ലസ് 3⁻⁴ കൂടുമ്പോൾ എന്ത് വരും? 3 3⁻⁴. ദാറ്റ് ഈസ് ഈക്വൽ 3 × 3⁻⁴. പിന്നെ എന്നോട് ഇവിടെ -1/2. വീണ്ടും നമ്മൾ നോക്കി a⁻m × a⁻m. a⁻m × a⁻m എന്താണ്? a⁻m + n. ദാറ്റ് ഈസ് എന്ത് കിട്ടി? 3⁻⁴ + 1 -1/2. ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. 3⁻⁴ + 1/2. ശരിയാണോ? നമുക്ക് എന്താ വേണ്ടത്? അറിയാൻ നാളെ പറഞ്ഞതല്ല. എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ r+1 കൊടുക്കണം. റൈറ്റ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് r+1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമോ അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്നിൻ്റെ സ്ഥാനം മനസ്സിലൊന്ന് കൊടുത്തു നോക്കി. എന്നാ ഒരു 3⁻⁴ എന്നിൻ്റെ സ്ഥാനത്ത് r+1 കൊടുത്തു. r+1 3⁻⁴ + 1 -1/2. അതാണ് എനിക്ക് കിട്ടേണ്ടത്. അതല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. ഉടനെ എഴുതി വെക്കുക. therefore r+1 is true. പിന്നെ എന്ത് ചെയ്യണം? hence by principle of mathematical induction this result is true for all natural numbers. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഒന്ന് തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് P(n). അപ്പോൾ P(1) ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ പല ടൈംസാണ് എടുക്കുന്നത്. പലതിൻ്റെ സമായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം മാത്രം എടുക്കുക. റൈറ്റ് സൈഡ് n സ്ഥാനത്ത് 1 കൊടുക്കുക. 2 സെയിം ആണെന്ന് കാണിക്കുക. അസ്യൂം ദാറ്റ് P(r) is true. P(r) എന്ന് പറഞ്ഞാൽ എന്താണ്? P(n)നകത്ത് റീപ്ലേസ് n/r. എന്നിന് സ്ഥാനത്ത് 6 കൊടുത്തു. അതങ്ങ് എഴുതുന്ന റിസൾട്ടാണ് എന്ത്? P(r). അത്ര എഴുതി വെച്ചാൽ മിനിമം 2 മാർക്കാണ്. P(1) ട്രൂ എന്ന് കാണിക്കുന്നതിന് P(r) എഴുതുന്നത്. അത് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാൻ പോവാം? P(r+1) is true എന്ന് കാണിക്കാൻ പോവാം. അതിന് P(r+1) എന്നുള്ളതിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുക്കണം. P(r+1) എങ്ങനെ എഴുതുന്നത്? ആ P(r) അതുപോലെ തന്നെ എഴുതി വെക്കുക. ലെഫ്റ്റ് സൈഡ് അതുപോലെ എഴുതിയിട്ട് പ്ലസ് ഇട്ടിട്ട്, അല്ലേ? സമ്മാണെങ്കിൽ ഇപ്പോൾ പലതിന് സമ്മലിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ടിട്ട് ലാസ്റ്റ് ടൈമിൽ എന്ത് എഴുതി വെച്ചു? ലാസ്റ്റ് ടൈമിനകത്ത് റീപ്ലേസ് r/r+1 അങ്ങനെ കിട്ടുന്നത്. അതാണ് P(r+1). പിന്നെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ എൽസി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എൽസി എടുത്തിട്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ഇത്രയാണ് നോക്കിയാൽ നമുക്കിതാ വന്നേക്കുന്നത്. അപ്പോൾ ഇത് P(r) ആണെന്ന് എനിക്കറിയാം. ഞാൻ കൊടുത്തു 3⁻⁴ - 1. ഇനി ഇവിടെ നിങ്ങൾക്ക് അറിയാൻ മേലാതെ വരരുത്. ഇത് എൽസിയാണ്. ഈ രണ്ടും കൂടി ക്രോസ്. അപ്പോൾ 2 × 3⁻⁴ പ്ലസ് 3⁻⁴ - 1. 2 × 3⁻⁴ പ്ലസ് 3⁻⁴ - 1. 2x + x 3x 3 × 3⁻⁴. പിന്നെ ഈ -1/2. അപ്പോൾ a⁻m × a⁻m എന്താണ്? a⁻m അതായത് 1 + r. 1 + r എന്ന് പറഞ്ഞാൽ r+1 സെയിം അല്ലേ? 3⁻⁴ + 1 -2. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ സാധനം. നമ്മളിനി ചിന്തിച്ച് നോക്കണം നമുക്ക് എന്താ വരേണ്ടത്. നമുക്കറിയാം നമുക്ക് വരേണ്ട സാധനം എന്താണ്? നമുക്ക് വേണ്ടത് എന്ത് വരണം? നമ്മുടെ P(n) എന്നാണ് തന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ എന്നിന് സ്ഥാനത്ത് r+1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമോ അതാണ് എനിക്ക് വേണം. അതിലാണ് എത്തിച്ചേരേണ്ടത് കേട്ടോ. അത് നമ്മൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് നമുക്കറിയാം therefore by principle of mathematical induction this result is true for all natural numbers. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. പറഞ്ഞ് മനസ്സിലായി പ്രോബ്ലം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം നോക്കി. രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കി. അവിടെ P(n) 1 + 1/1 ഇൻറ്റു അല്ലേ? 1 + 1/1 ഇൻറ്റു 1 + 1/2 ഇൻറ്റു 1 + 1/3 ഇൻറ്റു 1 + 1/4 ഇൻറ്റു എക്സെട്ര 1 + 1/n. ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ കിട്ടുന്നത് 1 + 1/1 ഇൻറ്റു 1 + 1/2 ഇതെല്ലാം കൂടെ ഗുണിക്കാൻ കിട്ടുന്നത് n+1 ആണ് റിസൾട്ട് പറയുന്നത്. ഇതാണ് റിസൾട്ടാണ്. ആ n സ്ഥാനത്തെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ റിസൾട്ട് എന്തായിരിക്കും? ശരിയായിരിക്കും എന്നാണ്. 1 കൊടുത്താൽ ശരിയായിരിക്കും, 2 കൊടുത്താൽ ശരിയായിരിക്കും, 3 കൊടുത്താൽ ശരിയായിരിക്കും. അപ്പോൾ 2 സൈഡ് ഈക്വലായിട്ട് വരുമെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പോൾ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് P(n). നോ P(1) എന്താ എന്ന് പറഞ്ഞു? നോ P(1). നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒന്നാമത്തെ പദം എന്ന് പറയാൻ എന്താ?
1 + 1/1 ആണ്. രണ്ടെന്താ ഇൻറ്റു ആ 1 + 1/2 അല്ലേ. രണ്ടാം പദം എന്ന് പറയുമ്പോൾ 1 + 1/2 എക്സെട്ര ഇങ്ങനെ കിടക്കും. ഇത് ഇൻറ്റു അല്ല. അപ്പോൾ ആദ്യത്തെ ഒരു ടൈം P of 1 എന്ന് പറഞ്ഞാൽ 1 + 1/1. 1 + 1/1 എന്ന് പറഞ്ഞാൽ എന്നാ വരുന്നത്? ദറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 തന്നെയല്ലേ, 1/1 അല്ലേ. ദറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്തേ 1 + 1. ദറ്റ് ഈസ് എന്താ? 2. രണ്ട് സെയിം അല്ലേ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം മാത്രം എടുക്കുക. ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം 1 + 1/1 ആണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈമാണ് 1 + 1/2. അപ്പോൾ ഫസ്റ്റ് ടൈം മാത്രം എടുത്ത് 1 + 1/1 ദറ്റ് ഈസ് 1 + 1 ദറ്റ് ഈസ് 2. റൈറ്റ് സൈഡിൽ n+1 ആണ് നടക്കുന്നത്. അവിടെ എന്നിന് സ്ഥാനത്ത് ഒന്ന് കൊടുത്ത് തന്നെ വരും 1 + 1 2. മനസ്സിലായോ? therefore P of 1 is true. ഇനി assume that P of R is true. എന്താണ് P of R എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ. P of R 1 + 1/1, 1 + 1/2 etc. 1 + 1/R is equal to R + 1. ഇതാണ് P of R. 1 + 1/1 into 1 + 1/2 etc. 1 + 1/R വരെ അതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് R + 1 ആണെന്നാണ് നമ്മൾ P of R ശരിയെന്ന് പറഞ്ഞ അർത്ഥം. ഇത് കൂട്ടിയാൽ കിട്ടുന്നത് ഇതെല്ലാം കൂടെ ഇൻറ്റു പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നത് R + 1 ആണെന്നാണ് റിസൾട്ട് പറയുന്നത്. അത് ശരിയാണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പ്രോഡക്റ്റ് എടുത്താൽ R + 1 ആണ്. നോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് PR + 1 is true അല്ലേ. ഇത് ശരിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് R + 1 ശരിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. PR + 1 ഞാൻ എന്തായിരിക്കും എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. PR + therefore ഇതൊക്കെ നമ്മൾ നോട്ട് എഴുതുമ്പോൾ അത് എഴുതിയിട്ട് എഴുതാവുള്ളൂ കേട്ടോ. ഞാൻ പ്രോബ്ലം ചെയ്ത് അയച്ചു തരുമ്പോൾ ഞാനത് ഇട്ട് അയച്ചു തരാം. അപ്പം ഇപ്പം നിങ്ങൾ എന്താണ് ജസ്റ്റ് മനസ്സിലാക്കുക. ഇതുപോലെ ഞാനിത് സമയം നമ്മൾ ഈ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സമയം ലാഭിക്കാൻ വേണ്ടി എല്ലാ സ്റ്റെപ്പുകളും ഞാൻ എഴുതി തരാം. കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ നോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് PR + 1 ഈസ് ട്രൂ. PR + 1 ഞാൻ എന്താണെന്ന് പറഞ്ഞേ. PR + 1 പറഞ്ഞാൽ P of R അതുപോലെ എഴുതുക. 1 + 1/1 into 1 + 1/2 into 1 + 1/3 etc. 1 + 1/R ഇത് P of R ആയി. ഇൻറ്റു പ്ലസ് അല്ല, ഇവിടെ എല്ലാം ഇൻറ്റു അല്ലേ. അപ്പം ലാസ്റ്റ് ടൈം ഇതാ 1 + 1/R. അതിനകത്ത് റീപ്ലേസ് R/R + 1. ഇപ്പം എന്ത് വരും? 1 + 1/R + 1. ഇതാണ് ഇവിടെ വരുന്നത്. ഇനി ഇത്രയും കൂട്ടിയാൽ എന്താ നമുക്കറിയാൻ വരെ. ഇവിടുന്ന് ഇവിടം വരെ എടുത്താലോ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്നെ എഴുതാം നോക്കി. 1 + 1/1 1 + 1/2 എക്സെട്ര ഈക്വൽ 1 + 1/R ആണ്. കൂട്ടിയാൽ ഇൻറ്റു എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? R + 1 ആണ്. അപ്പോൾ അതിന് സ്ഥാനത്ത് R + 1 കൊടുത്തേ. ഇൻറ്റു പിന്നെ എന്നാ ഉണ്ട് ഇവിടെ? 1 + 1/R + 1. ഇനി LC എടുത്തേ. R + 1 ഇൻറ്റു പറഞ്ഞേ ഈ R + 1 ഇങ്ങോട്ട് ഗുണിക്കണം അല്ലേ. R + 1 + 1 ഓൾ ഡിവൈഡ് ബൈ R + 1 ശരിയാണോ? നോക്കി ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × R + 1 എന്താണ്? R + 1 അല്ലേ. +1 R + 1 + 1 എന്താണ്? R + 2/R + 1 വരുന്നത്. ദറ്റ് ഈസ് എന്താ വരുന്നത്? പറഞ്ഞേ. ദറ്റ് ഈസ് R + 1 ഇൻറ്റു R + 2 ഡിവൈഡഡ് ബൈ R + 1 അല്ലേ. അപ്പോൾ ഈ R + 1 R + 1 വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? R + 2 എന്താ എനിക്ക് കിട്ടുന്നത്? ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ റൈറ്റ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മുടെ റിസൾട്ടിനകത്ത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? R + 1 കൊടുത്തേ. അപ്പോൾ എന്നാ വരും? R + 1 + 1. R + 1 + 1 എന്താണ്? R + 2 അല്ലേ. അത് നമുക്ക് കിട്ടിയേക്കുന്നേ. അപ്പം therefore PR + 1 is true. Hence by principle of mathematical induction this result is true for all natural numbers. മനസ്സിലായോ? നമ്മൾ റൈറ്റ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് R + 1 മനസ്സിൽ കൊടുത്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നത് അത് n + 1 എന്നല്ല കിടക്കുന്നത്. അവിടെ n സ്ഥാനത്ത് R + 1 കൊടുക്കുമ്പോൾ എന്ത് വരും? R + 1 + 1 അതെന്താണ്? R + 2 അല്ലേ. അതല്ലേ എനിക്ക് കിട്ടേണ്ട സ്ഥാനം. അത് കിട്ടി. അപ്പോൾ നമ്മൾ therefore PR + 1 is true. Hence by principle of mathematical induction the above result is true for all natural numbers. മനസ്സിലായോ പറഞ്ഞത്? അതാണ് റിസൾട്ട്. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം നോക്കി. ഏതാ? P of n 1² + 3² + 5² etc. 2n - 1 whole square is equal to n into 2n - 1 into 2n + 1 by മനസ്സിലായോ? n into 2n - 1 into 2n + 1 by 3 എന്ന് പ്രൂവ് ചെയ്യാം.
അല്ലേ? ദറ്റ് പി ഓഫ് എൻ സമം പി ഓഫ് 1 പറഞ്ഞേ 1 സ്ക്വയർ 1 തന്നെയാണ്. റൈറ്റ് സൈഡിൽ എന്നൊരു സ്ഥാനത്ത് 1 കൊടുത്തേ 1 ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് 1 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 3 ദർ ഈസ് 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 2 പ്ലസ് 1 എത്രയാണ് 3 ബൈ 3 3 വീട്ടിൽ പോയിട്ട് ദർ ഈസ് പിന്നെ 1 ശരിയല്ലേ? റൈറ്റ് സൈഡിൽ 1 കിട്ടി, ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം എടുത്ത് 1 സ്ക്വയർ 1 ആണ്. റൈറ്റ് സൈഡിന് സ്ഥലത്ത് 1 നമുക്ക് എന്ത് കിട്ടി? അത് തന്നെ കിട്ടി. Therefore P of 1 is 2. Assume that. Therefore P of 1 is 2. Assume that P of R is 2. എന്താണ് P of R എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര 2R മൈനസ് 1 2R മൈനസ് 1 സ്ക്വയർ ഫിസിക്കൽ R ഇൻറ്റു 2R മൈനസ് 1 ഇൻറ്റു 2R പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് സങ്കല്പിക്കുക. ഇത്രയും കൂട്ടി ആഡ് ചെയ്ത് കിട്ടുന്നത് R ഇൻറ്റു 2R മൈനസ് 1 ഇൻറ്റു 2R പ്ലസ് 1 ബൈ 3 ആണ് സങ്കല്പിക്കുക. ശരിയാണ് സങ്കല്പിച്ചു. നോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ആർ പ്ലസ് 1 ഈസ് 2. എന്താണ് പി ആർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പി ആർ പ്ലസ് 1 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര 2R മൈനസ് 1 സ്ക്വയർ പ്ലസ് ഇട്ടിട്ട് ലാസ്റ്റ് ടൈം 2R മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് അല്ലേ? അതുകൊണ്ട് പ്ലസ് ആണ്. അപ്പം ഇതിന് സ്ഥാനത്ത് ആറിൻ്റെ സ്ഥാനത്ത് ആർ പ്ലസ് 1 കൊടുത്തേ 2 ഇൻറ്റു ആർ പ്ലസ് 1 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതാണ് പി ആർ പ്ലസ് 1 അല്ലേ? എനിക്ക് 1 സ്ക്വയർ പ്ലസ് 3 പി എഫ് ആർ അതുപോലെ തന്നെ എഴുതി ലാസ്റ്റ് ടൈമിൽ പ്ലസ് ഇട്ടിട്ട് ലാസ്റ്റ് ടൈം ആറിൻ്റെ സ്ഥാനത്ത് ആർ പ്ലസ് കൊടുത്തു. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇത്രയും കൂട്ടിയാൽ എനിക്കറിയാം എന്താണ് 2R മൈനസ് 1 സ്ക്വയർ വരെ ആഡ് ചെയ്താൽ എന്ത് വരും? R ഇൻറ്റു 2R ആദ്യ സ്ഥാനത്ത് ആ വില കൊടുത്തേ R ഇൻറ്റു 2R മൈനസ് 1 ഇൻറ്റു 2R പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3i പ്ലസ് ഇതകത്തേക്ക് വിളിച്ചേ 2R പ്ലസ് 2 2R പ്ലസ് 2 മൈനസ് 1 2R അല്ലേ പ്ലസ് 2 മൈനസ് 1 എന്ത് വരും? ഹോൾ സ്ക്വയർ അല്ലേ? എന്ന് പറയാം എന്താ R ഇൻറ്റു 2R മൈനസ് 1 2R പ്ലസ് 1 ബൈ 3 പ്ലസ് 2 നിന്ന് പോയി എത്രയാണ് 1 അല്ലേ? എന്ത് വരും? 2R പ്ലസ് 1 ഹോൾ സ്ക്വയർ. ശരിയാണല്ലോ? ഇങ്ങനല്ലേ വരുന്നത്? ഇനി അടുത്ത സ്റ്റെപ്പിൽ ദർ ഈസ് ഈക്വൽ ടു R ഇൻറ്റു 2R മൈനസ് 1 ഇൻറ്റു 2R പ്ലസ് 1 ബൈ 3 പ്ലസ് ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കാം. അത് എടുത്തിട്ട് എഴുതിയാൽ മതി. എന്താണ് കോമൺ എടുക്കുക? 2R പ്ലസ് 1 കോമൺ അല്ലേ? ഇതൊക്കെ ഇവിടെ 2R പ്ലസ് 1 ഇവിടെ 2R പ്ലസ് 1 2R പ്ലസ് 1 കോമണാണ്, പുറത്തേക്ക് പോയി. 2R പ്ലസ് 1 പുറത്തേക്ക് പോയാൽ ഇവിടെ വെച്ചാൽ എന്നാ ഉണ്ട്? R ഇൻറ്റു 2R മൈനസ് 1 R ഇൻറ്റു 2R മൈനസ് 1 ബൈ 3. ഇനി ഇവിടെ എന്നാ വെച്ചോണ്ട് ഒരു 2R പ്ലസ് 1 വെച്ച ശരിയല്ലേ? ഇനി ഇവിടെ കൂടെ എൽ സി എടുത്ത് അപ്പം എന്നാ ദർ ഈസ് 2R പ്ലസ് 1 2R പ്ലസ് 1 ഇൻറ്റു ഇതകത്തേക്ക് വിളിച്ച് 2R സ്ക്വയർ മൈനസ് R 3 ഇങ്ങോട്ട് ക്രോസ് റോൾ ചെയ്യണം. 3 ഇൻറ്റു 2R 6R 3 ഇൻറ്റു 1 പ്ലസ് 3 അല്ലേ? ഹോൾ ഡിവൈഡ് ഇതിൻ്റെ താഴെ എന്തുണ്ട്? ഹോൾ ഡിവൈഡ് ബൈ 3i മാറി. ഒന്നുകൂടെ ഇടുവാൻ എന്നാ ഒരു ഈക്വൽ ടു 2R പ്ലസ് 1 ഇൻറ്റു 2R സ്ക്വയർ 6Rൽ നിന്ന് 6 പോയി എത്രയാണ്? 5R പ്ലസ് 3 ബൈ 3. ശരിയാണോ? എനിക്ക് അങ്ങനെയാണ് കിട്ടിയേക്കുന്നല്ലേ? ശരിക്കും നോക്കിയേ. ഇനി പറഞ്ഞേ ദർ ഇസ് 2R പ്ലസ് 1 ഇൻറ്റു ഇതല്ലേ കിട്ടിയേക്കുന്നത്. നിനക്ക് എന്താ വേണ്ടതെന്ന് പറ. നമുക്ക് വേണ്ടത് എന്താ നമുക്കറിയാം. നമുക്ക് വേണ്ട സാധനം ഇവിടെ 2R എന്നിന് സ്ഥാനത്ത് റീപ്ലേസ് R പ്ലസ് 1 കൊടുത്ത് എന്നിന് സ്ഥാനത്ത് നമ്മൾ R പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമോ അത് വേണം. അപ്പം എന്ത് വരും? R പ്ലസ് 1 ഇൻറ്റു ഇവിടെ R പ്ലസ് 1 കൊടുത്തേ 2 ഇൻറ്റു R പ്ലസ് 1 മൈനസ് 1 2 ഇൻറ്റു R പ്ലസ് 1 പ്ലസ് 1 ബൈ 3. ഇതാണ് എനിക്ക് വരേണ്ട സാധനം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റീപ്ലേസ് n ബൈ R പ്ലസ് 1 അങ്ങനെ കൊടുക്കുമ്പോൾ ഇതാ എനിക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. എന്ത് വരും പറഞ്ഞേ? R പ്ലസ് 1 ഇൻറ്റു 2R പ്ലസ് 2 പ്ലസ് 2 എന്ന് പോയാൽ പ്ലസ് 1 ആണ്. 2R പ്ലസ് 1 2R പ്ലസ് 2 പ്ലസ് 1 2R പ്ലസ് 3 ബൈ 3 എന്നാണ് എനിക്ക് കിട്ടുന്ന സാധനം അല്ലേ?
ഇതല്ലേ നമുക്ക് വരേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ഇവിടെ നോക്കി. നമുക്കുള്ള എന്തുണ്ട്? 2r+1 ഉണ്ട് ബൈ 3 ഉണ്ട്. 2r+1/3 ഉണ്ട്. പിന്നെ ഇല്ലാത്ത തന്നെ r+1 ഇല്ല, 2r+3 ഇല്ല. ഇത് രണ്ടുകൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന എന്താണ് അതായി കിടക്കുന്നത്. ഇത് രണ്ടുകൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് 2r × r എത്രയാ? 2r². പിന്നെ r × 3 3r. പിന്നെ 1 × 2r. ഇതിനിവിടെ എടാ ഇത് മാറ്റിയിട്ടു, ഇത് അവിടെ ഉണ്ടല്ലോ. ഇതിനുണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ 2r², 2r², r × 3 3r, 2r എന്താണ് r × 2r 2r², r × 3 3r, 1 × 2r 3r × 2r കൂടെ എന്ത് വരും? 5r. പിന്നെ 1 × 3 എത്രയാണ്? 2 3. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആലോചിക്കും, നമുക്ക് ആൻസർ എന്താ വേണമെന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ 2r+1 ഇൻറ്റു ഇതിനെ സ്ഥാനത്ത് ബാക്കി എഴുതി വെച്ചേക്കുക 2r+1/3 എന്നുള്ളത് അതുപോലെ ഇവിടെ ഉള്ളത് വേണ്ട ഇവിടെയാണ്. പിന്നെ എന്നോണ്ട് r+1 ഇൻറ്റു 2r+3 ഇത്രയും എഴുതി വെച്ചിട്ട് therefore Pr+1 is 2. Hence by principle of mathematical induction this result is true for all. എല്ലാം മെത്തേഡ് സെയിം മെത്തേഡാണ് അല്ലേ? ആ ഡിവിസിബിൾ ബൈ അല്ലെ മൾട്ടിപ്പിൾ ഓഫ് എന്നുള്ളതിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഒരു മെത്തേഡല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ 2 ടൈപ്പ് റോളത്തിന് ഏതെങ്കിലും ഒരു റോളാണ് പരീക്ഷയ്ക്ക് 100% ഗ്യാരണ്ടിയാണ്. നമ്മളതിൻ്റെ മെത്തേഡ് ആകെ 2 കേസ് ഇവിടെ വരുന്നുള്ളൂ. അത് വൃത്തിയായിട്ട് പഠിപ്പിക്കും. ഞാനിപ്പോൾ അധികം ഇനി ഒരു 2-3 പ്രോബ്ലം ഈ പാഠം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് ഏത് ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ആൻസറിൽ എത്താനുള്ളത്. അപ്പോൾ ഈ മെത്തേഡെല്ലാം അറിയാൻ വരെ ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. ഏത് പ്രോബ്ലം പഴയ നമ്മളെന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിനകത്ത് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ആ ചോദിച്ച പ്രോബ്ലം തന്നെ ഈസി ആയിട്ട് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ഇതുവരെയും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ വരുന്ന പ്രോബ്ലം ഉള്ളതാണ്. അപ്പോൾ മാക്സിമം വർക്ക് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്ക്. ഈ അടുത്ത ഒരു പ്രോബ്ലം കൂടെ, അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ കണ്ടോ, അതുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. അടുത്ത പ്രോബ്ലത്തേക്ക് നോക്കിയേ. ഏതാ അടുത്ത പ്രോബ്ലം? എന്താണ്? P(n) എന്ന് പറയുമ്പോൾ എന്താണ്? 10⁻²n - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. ഇത് നമുക്ക് 11 ഹരിക്കാൻ പറ്റുന്നത് കാണിക്കണം. മനസ്സിലായോ? സിമ്പിൾ പ്രോബ്ലം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നോക്കി, ഇത് നമ്മൾ ആ ഡിവിസിബിൾ നമ്മൾ പറഞ്ഞ തന്നെ ഓർക്കുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്യുന്നൊരു പ്രോബ്ലം നോക്ക്. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് P(1) അറിയാം. P(1) പറഞ്ഞേ 10⁻² × 1 - 1 + 1 എന്ന് പറയാം. എത്രയാണ്? 10⁻² × 1 2 അല്ലേ? 2 - 1 അറിയാം 1. അപ്പോൾ 10⁻1 ആണ്. അതായത് 10 + 1 എന്ന് പറയാം എത്രയാണ്? 11. 11 ഈസ് ഡിവിസിബിൾ ബൈ 11. ശരിയല്ലേ? 11 നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതിൻ്റെ ആൻസർ 1 ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം? therefore P(1) is. മനസ്സിലായോ? എന്നതിന് സ്ഥാനം നമ്മൾ 1 കൊടുക്കുമ്പോൾ 2 × 10⁻² × 1 2 × 1 2 ആണ്. 2 - 1 1 വരും. അപ്പോൾ 10⁻1 10⁻1 10 10 + 1 എത്രയാണ്? 11. 11 ഈസ് ഡിവിസിബിൾ ബൈ 11. അത് ശരിയല്ലേ? 11 12 ഇരിക്കാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് പറയാം? അസ്യൂം ദാറ്റ് P(r) is true. എന്താണ് P(r)? P(r) എന്ന് പറയുമ്പോൾ 10⁻²r - 1 + 1 10⁻²r - 1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. ശരിയാണോ അല്ലേ? അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഒരു സംഖ്യേനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് പറയാൻ അർത്ഥം ആ സംഖ്യേനെ 11 ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും. 111 66 നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? 66 എഴുതാം 11 × 6. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 88 88. അതിന് നമുക്ക് 11 × 8. അപ്പം ഒരു 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏതൊരു സംഖ്യേനെ 11 ഇൻറ്റു ഒരു നമ്പറിന് എഴുതാൻ പറ്റും. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ നമുക്ക് therefore 10⁻²2r - 1 + 1 is equal to 11 × L for some integer L. മനസ്സിലായോ? കഴിഞ്ഞ നമ്മൾ ചെയ്തതല്ലേ? for some integer L. ഇതൊരല്പം ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം കേട്ടോ. മാക്സിമം ശ്രദ്ധിക്കുക, അല്ലെ മനസ്സിലായി. ഇത് നമുക്ക് 11 L കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതാണ് കിട്ടിയേക്കുന്നത് അല്ലേ? ഇനി now we have to prove that എന്ത് ചെയ്യണം? Pr+1 ട്രൂ ആണല്ലേ? Pr+1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ Pr+1 ഞാൻ Pr+1 എന്ന് പറയുമ്പോൾ എന്നാ വരും? 10⁻²2r+1 - 1 + 1 അല്ലേ? എന്നിൻ്റെ സ്ഥാനത്ത് r+1 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിനെ നമുക്ക് 11 ഹരിക്കാൻ പറ്റുമെന്ന് കാണിക്കണം. ഞാനിവിടെ കൊടുക്കുക
10⁻² ഇൻറ്റു r+1 -1 പിന്നെ ഈ +1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10⁻²r അതേ ഗുണിച്ചേ +2 -1 +1 ഇല്ല വന്നേക്കുന്നേ 10⁻²r +2 -1. ഇനി 2ൽ നിന്ന് 2ൽ നിന്ന് പോയി എത്രയാണ്? 1 അല്ലേ? ദാറ്റ് ഈസ് 10⁻²r -1 +1 +2ൽ നിന്നും 1 പോയ +1 ആണ്. ശരിയാണോ? ഇതാണ് നമുക്ക് കിട്ടിയ സം അല്ലേ? നമുക്ക് അറിയാവുന്നത് എന്താ? അറിയാവുന്ന കാര്യം 10⁻²r -1 +1 ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ഹരിക്കാൻ പറ്റും? 11 ഹരിക്കാൻ പറ്റുമെന്നാണ് നമുക്കറിയാം. ഈ ഒരു സാധനം, ഈ റിസൾട്ട് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ അതിനിവിടെ കിടക്കുന്നത് എന്താ? 10⁻²r +1 ആണ് കിടക്കുന്നത്. ഇവിടെ -1 നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ -1 അല്ല കിടക്കുന്നത്. ഇവിടെ എന്താ കിടക്കുന്നത്? +1. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളിനി എന്നാ ചെയ്യാം? എന്ത് ചെയ്യണം? ഞാൻ ചെയ്യാൻ പോണത് ഇവിടെ ഒരു 10⁻²r +1 എന്നുള്ള ഇതിനെ ഞാനൊരു 100 കൊണ്ട് ഗുണിച്ചു ഹരിച്ചു. ഇവിടെ ഞാൻ ഈ ആദ്യത്തെ ടേമിനെ നമ്മളൊരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അപ്പം ഇങ്ങനെയായി. വിലയ്ക്ക് വ്യത്യാസം വല്ലതും ഉണ്ടായോ? മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തില്ലേ? പിന്നെ +1 അതുപോലെ ഇട്ടു. ഇപ്പോൾ വിലയ്ക്ക് വ്യത്യാസം സെയിം തന്നെ ഞാൻ എഴുതി വെച്ചെങ്കിൽ ഇത് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു ഈ 100 ഞാൻ ആദ്യമേ ഇട്ടു. ഇനി 10⁻²r +1 ബൈ 10² ഇത് താഴെ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 10² പിന്നെ എന്ത് വരും? +1 വന്നു. ദാറ്റ് ഈസ് അതിനെങ്ങനെ എഴുതാം? പറഞ്ഞേ. 100 ഇൻറ്റു നമുക്കെന്നെ എഴുതാം? a⁻m ബൈ a⁻n a⁻m ബൈ a⁻n a⁻m -1 10⁻²r +1 -2 പിന്നെയുള്ള ഈ +1 ശരിയല്ലേ? ചിന്തിച്ചു. ഈ a⁻m ബൈ a⁻n ഈ പവർ ഇത് കുറച്ചാൽ പോരെ? അല്ലേ മുറിച്ച് അല്ലേ? 5ന്റെ ക്യൂബ് അല്ലെങ്കിൽ 5⁻10 ബൈ 5⁻4 എന്ന് പറഞ്ഞാൽ 5⁻10 - 4 എന്നാണ് പിടിച്ചേക്കുന്നത്. അത് അപ്ലൈ ചെയ്യാം. a⁻m ബൈ a⁻n a⁻m -1 നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു എന്നാ വരും? 10⁻²r 10⁻²r പിന്നെ 1ൽ നിന്ന് 2 പോയി എത്രയാണ്? -1 +1 ഇങ്ങനെ ഒന്നില്ലേ? ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലേ? ഇത്രയും അറിയാമല്ലോ. ഇനി അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം കൂടെ നമുക്ക് ഇത് എഴുതുവാണെങ്കിൽ എനിക്കറിയാം 10⁻²r -1 സ്ഥാനം നമുക്ക് വില കൊടുക്കാം. അപ്പം അതിനു വേണ്ടി ഞാൻ ഇവിടം കഴിഞ്ഞ ഉടനെ ഈ ഒന്നുകൂടെ ഇങ്ങേ സൈഡിലേക്ക് കൊണ്ടുവന്നേ. അപ്പോൾ എന്നാ വരും? അതുകൊണ്ട് എഴുതിയേക്കണം കേട്ടോ. 10⁻²r -1 is equal to 11l -1. ശരിയാണോ? ഈ ഒന്നും കൂടെ വരുമ്പം 11l -1 അല്ലേ? അത് കാരണം നമുക്കിവിടെ വന്നേക്കുന്നത് എന്താ? 10⁻²r -1 മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അതിൻ്റെ സ്ഥാനം നമുക്ക് വില കൊടുക്കാം. എന്ത് വില കൊടുക്കാം? 11l -1 എന്ന് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ അങ്ങനെ ആക്കിയത്. ദറ്റ് ഈസ് ഈക്വൽ ടു എന്നാ പറഞ്ഞേ? 100 ഇൻറ്റു 10⁻²r -1 സ്ഥാനത്ത് എന്താ എഴുതാം? 11l -1 11l -1 ഈ പിന്നെ എന്നാ വേണ്ട ഇവിടെ? +1 ശരിയല്ലേ? ദറ്റ് ഈസ് ഈക്വൽ എന്നാ വരും? 100 ഇൻറ്റു 11l പറഞ്ഞാൽ 11 ഇൻറ്റു 100l എന്തും ആയിക്കോട്ടെ. 11 ഇൻറ്റു 100l കിടക്കട്ടെ. 100 ഇൻറ്റു -1 -100 +1 -100 ഒന്നുകൂടെ കൂട്ടിയാൽ -99. അപ്പം നമുക്ക് കിട്ടി 11 ഇൻറ്റു 100l -99 കിട്ടി. 1ൽ നിന്ന് 100 പോയാൽ -99 അല്ലേ? ഇവിടെയും 11 കോമൺ അല്ലേ? 11 പുറത്തേക്ക് എടുത്തേ. 11 ഇൻറ്റു 100l മൈനസ് അല്ലേ? ഇവിടെ എന്നാ വേണ്ട? 9 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ? 11 ഇൻറ്റു ഒരു സംഖ്യ എന്ന് വന്നിരിക്കുക. അതിനെ 11 ഹരിക്കാൻ പറ്റിയില്ല. എനിക്ക് ഒരല്പം ചിന്തിക്കാനുള്ള റോളാണ്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് നോക്കി. അപ്പം തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് P(n) ആണ്. P(1) അറിയാം. 10⁻2 ഇൻറ്റു 2 10⁻2 ഇൻറ്റു 1 2 -1 അറിയാം. 1 ആയതുകൊണ്ട് 10⁻1 തന്നെ വരും. അത് 10 ആണ്. 10 + 1 എത്രയാണ്? 11. 11 ഈസ് ഡിവിസിബിൾ ബൈ 11 ആയതുകൊണ്ട് അത് അവിടെ തീർന്നു. ഞാൻ assume that P(r) എന്ന് പറയുമ്പോൾ റീപ്ലേസ് n by r. 10⁻²r -1 + 1 ഈസ് ഡിവിസിബിൾ ബൈ 11. ഇതിന് 11 ഹരിക്കാൻ പറ്റും അല്ലേ? ഇത് നമുക്ക് കിട്ടിയ സാധനം. അപ്പം 11 ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? 11 ഇൻറ്റു ഒരു നമ്പർ എഴുതാം. അതാണ് 10⁻²r -1 + 1 ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു l എന്ന് എഴുതി. അവിടെ നമ്മൾ ഈ ഒന്നുകൂടെ ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോയി 10⁻²r -1 എന്ന് പറയുന്നത് എന്ത് വരും? 11l -1 എന്ന് വന്നില്ലേ? ഇത്രയായില്ലേ? ഇനി വീണ്ടും
അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണ്ട എന്താണ് പി ആർ പ്ലസ് വൺ അപ്രൂവ് ചെയ്യണം. എന്താണ് പി ആർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ 10⁻² ഇൻറ്റു ആർ പ്ലസ് വൺ മൈനസ് വൺ, 2 ഇൻറ്റു ആർ പ്ലസ് വൺ മൈനസ് വൺ, പിന്നെ ഈ പ്ലസ് വൺ അത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് വരും 2r പ്ലസ് 2, 2r പ്ലസ് 2 മൈനസ് 1, പ്ലസ് 2 ഒന്നും എത്രയാണ് പ്ലസ് 1 അല്ലേ വരുന്നത്. അതായത് 10⁻² പ്ലസ് 1 പ്ലസ് 1 ഇത് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്, ഈ 10⁻² പ്ലസ് 1 പ്ലസ് 1. പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യം എന്താ, 10⁻² മൈനസ് 1 പ്ലസ് 1 ആണെങ്കിൽ അതിനെ എനിക്ക് 11 ഹരിക്കാൻ പറ്റും, 11 മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് 10⁻² എന്ത് വരണം, അവിടെ 2r മൈനസ് ഉള്ള സാധനം പറയണം, ഇവിടെ 2r പ്ലസ് 1 ആണ് അല്ലേ. അത് വരുത്താൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, 100 കൊണ്ട് ഗുണിച്ചു. അത് ഈ ടേമിനെ ഞാൻ 100 കൊണ്ട് ഗുണിച്ചു ഹരിച്ചു. 100 കൊണ്ട് ഗുണിച്ചു. വിലയ്ക്ക് വ്യത്യാസം ഉണ്ടായോ? ഇല്ല, 1 അല്ലേ, 1/100 1 അപ്പോൾ 1 കൊണ്ടാണ്. അപ്പം നമുക്ക് നോക്കുക, ഇനി താഴെയുള്ള 100 എന്ന് പറഞ്ഞാൽ എന്താണ്, 10² ആണ്. അപ്പോൾ a⁻m ബൈ a⁻n എന്താ പഠിച്ചേക്കുന്നത്, a⁻m-n. അപ്പോൾ 100 ഇൻറ്റു 10⁻²r പ്ലസ് 1 മൈനസ് 2 എന്ന് വരും. പിന്നെ ഈ പ്ലസ് 1 ഇങ്ങനെ വന്നു അല്ലേ. ഇനി ഇപ്പോൾ 1ൽ നിന്ന് 2 പോയ എത്രയാണ്, -1. അപ്പോൾ 10⁻² മൈനസ് 1 ഇവിടെ വന്നില്ലേ. 10⁻² മൈനസ് 1 സ്ഥാനം നമുക്ക് എന്ത് വില കൊടുക്കാം, 11l മൈനസ് 1 കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്നു 100 ഇൻറ്റു 11l മൈനസ് 1, പിന്നെ ഈ പ്ലസ് 1 അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ 100 അതേ ഗുണിച്ച് 100 ഇൻറ്റു 11l മൈനസ് 100 ഇൻറ്റു -1 -100 വരും. ഈ -100 ഒന്നുകൂടെ കൂട്ടിയാൽ അതായത് 1ൽ 100 പോയ എത്രയാണ്, -99. അപ്പോൾ ഇവിടെ 11 അല്ലേ 99 എന്ന് പറഞ്ഞാൽ ഇത് 11 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 11 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്നാ വരും, 100l -9. അപ്പോൾ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. അത് ഒരു 11ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു പ്രോബ്ലം ഒരല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലേ, സ്വല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ഇത് പല പ്രാവശ്യം ഇത് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് പോകണം. നിങ്ങൾ കുറച്ച് പ്രാവശ്യം എഴുതി പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കൈകളിൽ ഇത് വരും. മനസ്സിലായ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്ന് പഠിക്കുന്നു പറഞ്ഞാൽ ആരും ഇരിക്കണ്ട. ഇത് കണക്ക് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. മനസ്സിലായോ? ഈ 2-3 സ്റ്റെപ്പുള്ള പ്രോബ്ലം ഒന്നും വളരെ അപൂർവം. ഇപ്പോൾ നോക്കി എത്ര സ്റ്റെപ്പുണ്ട് ചിന്തിച്ചു നോക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് നിങ്ങൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാതെ ഒരു കാര്യം നടക്കുകയില്ല കേട്ടോ. എഴുതി പഠിക്കണം. നിങ്ങൾ ഈ ക്ലാസ് ഒരു 2-3 പ്രാവശ്യം കേൾക്കണം. കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു റഫ് ബുക്കിൽ നമ്മളിത് എഴുതണം. എന്നിട്ട് പിന്നെ ഞാൻ നോട്ട് അയച്ചു തരുമ്പോൾ നിങ്ങൾ നോക്കണം, അതിനകത്ത് കമ്പയർ ചെയ്യും. 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കൊരു ചില കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. മനസ്സിലായോ പറഞ്ഞത് ഉണ്ട്. സീരിയസ് ആകുക, നന്നായിട്ട് പഠിക്കുക. എപ്പോഴും ഓർക്കുക, എനിക്ക് ഏത് ഗ്രേഡ് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടേ കാര്യമുള്ളൂ. നിനക്ക് ഏത് ഗ്രേഡ് വേണമെന്ന് നീ തീരുമാനിക്കും. അധ്യാപനം തീരുമാനിച്ചിട്ടോ മാതാപിതാക്കന്മാർ തീരുമാനിച്ചോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവർക്ക് ആഗ്രഹിക്കാം, എൻ്റെ മകനൊരു A+ വേണമെന്ന് എനിക്ക് ആഗ്രഹിക്കാം. പക്ഷേ അത് ഒരു ആഗ്രഹം, അത് തീരുമാനം എടുക്കണം മകനോ അല്ലെങ്കിൽ മകളോ അല്ലേ. അതുകൊണ്ട് സീരിയസ് ആകുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം 110% ഉറപ്പായിട്ടുണ്ടാകും കേട്ടോ. അപ്പം ഈ ക്ലാസ് ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യും. 4 പ്രോബ്ലം ഇനിയിപ്പോൾ 1-2 പ്രോബ്ലമേ ഉള്ളൂ, അത് തീർന്നു ഇവിടെ. ഞാൻ അടുത്ത ഭാഗം ട്രിഗണോമെട്രി ഞാനതേ പോകും. അതിന് മുമ്പായിട്ട് 1-2 പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ഇത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം, നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ പറഞ്ഞത്. നമ്മളിവിടെ വന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സംസാരിക്കുന്ന ഈ ബെഞ്ചിനോടും ഡെസ്കിനോടുമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. നമ്മളൊരു കുട്ടികളാണെങ്കിൽ നമുക്ക് റെസ്പോൺസ് കിട്ടും. അതെങ്കിലും ഒരു സംശയം എങ്ങനെ ചോദിക്കും, ഇതെങ്ങനെയാണ് സാറേ ഇത് വന്നതെന്ന്. ഇതിപ്പോൾ ആരും ഇല്ല ഇവിടെ. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്നു. നിങ്ങൾ ചുമ്മാ ഒരു നേരം പോക്കിന് പോലും കേൾക്കാതെ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ വീണ്ടും 2-3 പ്രാവശ്യമൊക്കെ കേട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കൂട്ടുകാരോട്, അധ്യാപകരോട് ചോദിക്കാൻ മടിയാണെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കും. ഈ ആർക്കറിയാൻ പറ്റുന്ന നേരിട്ട് ഒരു മനോവിഷമം വിചാരിക്കേണ്ട, അയ്യോ അധ്യാപകൻ ഒരു വിചാരവും ഇല്ല. നിങ്ങൾ ചോദിക്കുക, എത്ര നിസ്സാര സംശയമാണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് മാക്സിമം വർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.